ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഐഎസ്എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഗെയിമിംഗ് ചാനലും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ എന്തായാലും ആദ്യം തന്നെ പറയട്ടെ, കുറെ ദുഃഖകരമായ വാർത്തകൾ തന്നെയാണ് ഐഎസ്എൽ നിന്ന് ഇന്നലെ വന്നിരിക്കുന്നത്. ഏകദേശം 3 താരങ്ങൾക്ക് ഐഎസ്എൽ സീസൺ നഷ്ടമായിരിക്കുകയാണ്. ഇതിൽ ഒന്നാമത്തേത് നോക്കിയിട്ടുണ്ടെങ്കിൽ എറ്റിക മോഹൻബഗാന്റെ പ്രധാനപ്പെട്ട താരമായ ജോണി കൗക്കോ ആണ്. എല്ലാവർക്കും അറിയാമല്ലോ, അവർ നല്ല പൈസ കൊടുത്തിറക്കിയ ഒരു താരമാണ് ജോണി കൗക്കോ. അവരുടെ ലൈനപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു താരമാണിത്. അങ്ങനെ ഇപ്പോൾ അവർ തന്നെ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇഞ്ചുറി കാരണം താരത്തിന് വരും മത്സരങ്ങൾ നഷ്ടമാകുമെന്ന്. മാർക്കസ് അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്ത പ്രകാരം മിക്കവാറും സീസൺ വരെ നഷ്ടമാക്കാൻ സാധ്യതയുണ്ടെന്നാണ്. എന്തായാലും ഇതിനിടയിൽ ഒരു രസകരമായ റൂമർ പരക്കുകയുണ്ടായി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ഇവാൻ കലൂഷിനിയെ എറ്റിക മോഹൻബഗാൻ എടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ റൂമർ വന്നത്. ഗൈസ്, അപ്പോൾ ഇതെന്തായാലും തികച്ചും ഫേക്ക് ആണ്. കാരണം ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സ് പോലും ആ ഒരു റൂമർ ഇതുവരെയും കൺഫേം ചെയ്തിട്ടില്ല. മാത്രമല്ല, ഇവാൻ കലൂഷിനിനെ ബ്ലാസ്റ്റേഴ്സ് ലോണിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ലോണിന് വന്നൊരു താരത്തെ എറ്റിക മോഹൻബഗാൻ സ്വന്തമാക്കുക എന്ന കുറച്ചൊരു ചടങ്ങായിട്ടുള്ള പരിപാടി തന്നെയാണ്. സോ നമുക്ക് എന്തായാലും കൺഫേം ആയിട്ട് തന്നെ പറയാം, ഈ റൂമർ വെറും ഫേക്ക് ആണെന്ന്. ഇനി എന്തായാലും ഐഎസ്എൽ നടന്ന ഇന്നലത്തെ മത്സരത്തിന്റെ ഒരു സ്കോറുമായി ബന്ധപ്പെട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ 3-2 എന്ന സ്കോർ ലൈനോടെ നമ്മുടെ ഒഡീഷ എഫ് സി ആയിരുന്നു വിജയിക്കുകയുണ്ടായത്. ഐഎസ്എല്ലിലെ തന്നെ ഒരു മികച്ച ആവേശമേറിയ മത്സരമായിരുന്നല്ലോ ഇന്നലെ കാണാൻ സാധിച്ചത്. എങ്ങനെയാലും മികച്ച ഒരു കംബാക്ക് തന്നെ ഒഡീഷ എഫ് സി ഇന്നലെ നടത്തിയെന്ന് പറയാം. ഗൈസ്, അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ പ്രകാരം ജോണി കൗക്കോയ്ക്ക് പിന്നാലെ തന്നെ ബംഗളൂരു എഫ് സിയുടെ താരമായ പ്രിൻസ് ഇബാറയും പരിക്ക് കാരണം സീസൺ നഷ്ടമായിരിക്കുകയാണ്. താരത്തിനകട്ടെ സർജറി അടക്കം വേണമെന്നാണ് ദേവപ്രിയ ദേബ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഗൈസ്, എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. പിന്നെ എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ മറ്റൊരു താരം കൂടെ സീസൺ നഷ്ടമായിരിക്കുകയാണ്. അതായത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഹൈദരാബാദ് എഫ് സിയുടെ ഗോൾ കീപ്പറായ കട്ടിമണിക്കാണ് സീസൺ നഷ്ടമായത്. പരിക്ക് കാരണം കഴിഞ്ഞ മത്സരത്തിലും കട്ടിമണി ഇറങ്ങാത്ത കാര്യം എല്ലാവരും കണ്ടതാണ്. എന്തായാലും താരത്തിന് സീസൺ നഷ്ടമായി എന്ന കാര്യം ഹൈദരാബാദ് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. സോ ഈ 3 താരങ്ങൾക്ക് നമുക്കൊരു സ്പീഡി റിക്കവറി തന്നെ ആശംസിക്കാം. ഇനി ബ്ലാസ്റ്റേഴ്സുമായി ചില അപ്ഡേറ്റുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ, ഇന്നലെ നമ്മുടെ വേൾഡ് കപ്പിൽ പോർച്ചുഗലിന്റെയും അതുപോലെ ബ്രസീലിന്റെയും ഒക്കെ മത്സരമായിരുന്നല്ലോ നടന്നിരുന്നത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ബ്രസീൽ ആരാധകരെ നിങ്ങൾ തയ്യാറാവണമെന്നും ബ്രസീലിന്റെ മത്സരത്തിന് മുമ്പും കൂടാതെ കേരളത്തിലെ പറങ്കിപ്പാട് ആരാധകർ തയ്യാറാവണമെന്ന് പോർച്ചുഗൽ മത്സരത്തിന് മുമ്പും ബ്ലാസ്റ്റേഴ്സ് ട്വീറ്റ് ചെയ്തതാണ്. എന്നാൽ ഇതിനുശേഷം വൻ ഫാൻ ഫൈറ്റും അതുപോലെ വൻ വിമർശനങ്ങളുമാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ അർജന്റീനയുടെ മത്സരം നടന്നപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ഇത്തരം ഒരു പോസ്റ്റുകളൊന്നും ഇട്ടിരുന്നില്ലല്ലോ. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മെസ്സി വിരോധിയാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു കമന്റുകളൊക്കെ വന്നത്. ഇവർക്കൊക്കെ പിന്നാലെ തന്നെ മറ്റു ടീമിന്റെ ആരാധകരും വന്ന് കമന്റ് ചെയ്യുകയുണ്ടായി. സ്പെയിൻ, ജർമ്മനി ഫാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ ആരാധകരെല്ലാം വന്ന് കമന്റ് ചെയ്യുകയുണ്ടായി. എന്തൊക്കെയാലും ബ്ലാസ്റ്റേഴ്സ് ഇത് എന്തുകൊണ്ടാണ് ഇട്ടെന്ന കാര്യം ഇതുവരെയും കൺഫേം അല്ല. ആദ്യമൊക്കെ ഇതൊരു ക്ലൂ ആയി തോന്നിയെങ്കിലും പിന്നീട് മനസ്സിലായി ഇതൊരു ക്ലൂവും കാര്യങ്ങളൊന്നും അല്ല എന്ന്. എന്തായാലും ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ ട്വിറ്ററിന്റെ അടിയിലൊക്കെ ഫാൻ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക. അതായത് നിങ്ങൾ വേൾഡ് കപ്പിൽ ഏത് ടീമിനാണ് സപ്പോർട്ട് ചെയ്യുക എന്ന കാര്യം ജസ്റ്റ് ഒന്ന് കമന്റായി രേഖപ്പെടുത്തിയാൽ മതി. ഫാൻ ഫൈറ്റ് ഒന്നും വേണ്ട. ഇനി എന്തായാലും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട രസകരമായ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ചെൽസി അടക്കമുള്ള വമ്പൻ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച തുചൽ എന്ന് പറഞ്ഞ കോച്ചാകട്ടെ നമ്മുടെ ഈ കേരളത്തിലേക്ക് കുറച്ച് നാളുകൾ മുമ്പ് വന്ന കാര്യം എല്ലാവരും അറിഞ്ഞതാണല്ലോ. അങ്ങനെ ഇപ്പോൾ തുചലുമായി ബന്ധപ്പെട്ട ചില വീഡിയോസ് ആണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ വന്നൊരു ടീമിനെ പരിശീലിപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് തുചലിനോട് ചോദിച്ചപ്പോൾ പക്ഷേ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ മാത്രമേ താൻ ഇന്ത്യയിൽ വന്ന് പരിശീലിപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായി എന്ന് തന്നെ പറയാം. കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കം ഈ വീഡിയോനെ കുറിച്ച് ഒന്ന് റീട്വീറ്റ് ചെയ്തതാണ്. മാത്രമല്ല, കൊച്ചിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തനിക്കാകട്ടെ കൊച്ചിയിൽ വന്നൊരു ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കാണാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞിരുന്നു. എന്തൊക്കെയാലും ഇത് രസകരമായ കാര്യമായിട്ട് എടുത്താൽ മതി. ഗൈസ്, എന്തായാലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചാണ് വീഡിയോസ് അനുഭവിക്കുന്നു. വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കൂടാതെ തുടക്കം പറഞ്ഞതുപോലെ എല്ലാവരും 22 ക്ലിയർ ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.